ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 17. എനിക്ക് ആവശ്യമായതെല്ലാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ബുറുണ്ടിയിലെ ആഭ്യന്തര യുദ്ധം ആയിരക്കണക്കിന് ആളുകളുടെ വീടും ഭക്ഷണവും ഇല്ലാത്തവരാക്കിയപ്പോൾ ക്രിസി ഇത്തരത്തിലുള്ളവരെ പാർപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ചെന്ന് അവരെ സഹായിച്ചു. വരിയിൽ അവസാനം നിൽക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾ അയാളുടെ കൂടെ ഇരുന്ന് അയാളുടെ കഥ കേട്ടു. അയാൾക്ക് 83 വയസ്സായി. ഭാര്യയും 7 മക്കളും സംഘർഷത്തിൽ മരിച്ചു. ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണ് ഇനി സ്വന്തമായുള്ളത്. അയാൾ അവസാനം പറഞ്ഞ കാര്യം ക്രിസിയെ വികാരം കൊള്ളിച്ചു. യേശു മാത്രം എനിക്ക് അവശേഷിക്കുന്നതുവരെ യേശു മാത്രമാണ് എനിക്ക് ആവശ്യമായത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രതിസന്ധികളും തടവും അനുഭവിച്ചപ്പോഴും അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച സംതൃപ്തിയുടെ രഹസ്യം ഈ വയോധികനായ മനുഷ്യനും കണ്ടെത്തുകയായിരുന്നു. താഴ്ചയിലിരിക്കുവാനും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് സംതൃപ്തി അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. വിശന്നിരുന്നാലും, ഭക്ഷിച്ച് തൃപ്തിയായാലും, സമൃദ്ധിയിലിരുന്നാലും, ബുദ്ധിമുട്ടിലിരുന്നാലും എല്ലാം ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലതും ചെയ്യുവാൻ കഴിയുമായിരുന്നു. ആ ക്യാമ്പിലെ മനുഷ്യനെ പോലെ പൗലോസിനും യേശു മാത്രം മതിയായിരുന്നു. നമ്മുടെ ആവശ്യം ശാരീരികമോ വൈകാരികമോ ആത്മീകമോ എന്തു തന്നെയായാലും നമുക്ക് ധൈര്യവും വിശ്വാസവും ശക്തിയും ലഭിക്കാൻ രക്ഷകനായ യേശുവിനെ തന്നെ നോക്കാം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമുക്കുള്ളതും മതിയായതും യേശു മാത്രമാണ് എന്ന് നാം കണ്ടെത്തും. ചിന്തിക്കുക. പ്രതിസന്ധികളും വെല്ലുവിളികളും എപ്പോഴെങ്കിലും ക്രിസ്തുവിൽ ചാരി പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം.